ഭരണി നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ രണ്ടാം സ്ഥാനമാണ് ഭരണിക്ക്. അടുപ്പ് പോലെയുള്ള 3 നക്ഷത്രങ്ങളാണ് ഭരണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃത നിശ്ചയസ്സ സത്യു അരുഗ്ദക്ഷ സുഖയുധശ്ച ഭരണീഷു എന്നാണ് പ്രമാണം. എന്നാൽ കാര്യങ്ങളെ വേണ്ട പ്രകാരം അറിഞ്ഞ് നിശ്ചയിക്കുന്നവനായും സത്യത്തോടു കൂടിയവനായും രോഗമില്ലാത്തവനായും സമർത്ഥനായും സുഖിയായും ഭവിക്കണം എന്നാണ് പ്രമാണം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മറ്റുള്ളവരോട് വളരെ ആകർഷണമായി പെരുമാറും. ഒരു കാര്യത്തിന് വേണ്ടി സ്ഥിര പരിശ്രമം ചെയ്യാറുള്ള ഇവർ മനസ്സിന് നല്ല കാഠിന്യമുള്ളവരായിരിക്കും. സാമ്പത്തികമായി വിജയം പ്രാപിക്കുമെങ്കിലും പരിശ്രമത്തിന് അനുസരിച്ച് വിജയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതൊരു കാര്യത്തിൻ്റെയും നെഗറ്റീവ് വശമാണ് ഇവരാദ്യം ചിന്തിക്കുക. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ രോഹിണി, തിരുവാതിര, പൂയം, അഷ്ടമരാശിയായിരിക്കുന്ന വിശാഖം നക്ഷത്രത്തിന്റെ അവസാന 4ാം പാദവും അനിഷവും തൃക്കേട്ടയും. ഈ നക്ഷത്രങ്ങളാണ് പ്രതികൂല നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും തൊഴിൽപരമായി കൂട്ടുകച്ചവടം നടത്തുന്നതും ദോഷത്തെ ചെയ്യും എന്നാണ് വിശ്വാസം. ചന്ദ്രൻ, രാഹു, ശനി എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനും മറ്റ് വ്രതാനുഷ്ഠാനങ്ങൾക്കും വളരെ നല്ലതാണ്. മഹാലക്ഷ്മി ഭജനം, അന്നപൂർണേശ്വരി ഭജനം തുടങ്ങിയവ ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കുന്നത് ശുഭപ്രദമാണ്. ശുക്രപ്രീതികരമായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നതും വളരെ ഗുണം ചെയ്യും. ചൊവ്വ, വെള്ളി ദിവസങ്ങളും ഭരണി നക്ഷത്രങ്ങളും ചേർന്ന് വരുന്നതായിരിക്കുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി ക്ഷേത്ര ദർശനം നിർവഹിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ്. വെള്ള, ഇളം നീല, വിവിധ വർണ്ണങ്ങൾ ചേർന്നത്, ചുവപ്പ് എന്നീ നിറങ്ങളാണ് ഭരണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നിറങ്ങൾ. വജ്രമാണ് ഇവർക്ക് അനുയോജ്യമായ രത്നം. ജാതകപ്രകാരം ദൈവജ്ഞനാൽ പരിശോധിച്ച് ശേഷം മാത്രം ഭാഗ്യരത്നം നിശ്ചയിക്കുക. ആനയാണ് നക്ഷത്രമൃഗം, പുള്ള് നക്ഷത്രപക്ഷിയും, നെല്ലിയാണ് നക്ഷത്രവൃക്ഷം. മനുഷ്യഗണം, പുരുഷയോനി. നക്ഷത്രദേവൻ യമനാകയാൽ ഓം യമായ നമ എന്ന മന്ത്രം, യമനെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കുന്ന നക്ഷത്രദേവനെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കുന്ന മന്ത്രം നിത്യേന ജപിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ്.